ഹേയ്, അസ്സലാമലൈക്കും. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ഇത് ചെയ്യുന്നവരെ റബ്ബിന് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അധികം ആർക്കും ഇതറിയില്ല. പറഞ്ഞു തരട്ടെ, അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു ദിവസം നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും നിങ്ങൾ സ്വതക്ക നൽകുന്നതിനേക്കാൾ ഏറ്റവും നല്ലതും ശത്രുക്കളെ യുദ്ധഭൂമിയിൽ വധിക്കുന്നതിനേക്കാളൊക്കെ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന്. സ്വഹാബത്ത് എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരുന്നു. അത്രയും വലിയ പുണ്യമായ അമൽ എന്താണെന്നൊന്ന് അറിയണമല്ലോ അല്ലേ? നബി തങ്ങൾ മറുപടി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ എപ്പോഴും ഓർക്കുക. അതിനേക്കാൾ വലിയ അമൽ വേറെ ഇല്ല എന്ന്. എത്ര എളുപ്പമുള്ള, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലേ. ഇനി എങ്ങനെയാ റബ്ബിനെ ഓർക്കുക? റബ്ബ് നമുക്ക് ഇഷ്ടത്തോടെ തന്ന കുറച്ച് കടമകളില്ലേ? നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, സുന്നത്തുകൾ, ഇവകളൊക്കെ ജീവിതത്തിൽ കൃത്യമാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇനി റബ്ബിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എനിക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. അങ്ങനെ റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുക. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കാറില്ലേ? അപ്പോഴൊക്കെ റബ്ബിനെ ഓർക്കുക. അവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ശുക്ർ ചെയ്യുക. തെറ്റുകൾ പറ്റിയതിലൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞ് റബ്ബിൻ്റെ മുന്നിൽ മനസ്സറിഞ്ഞ് കരയുക. എപ്പോഴൊക്കെ തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, ഇത് വേണ്ട, തെറ്റാണിത്, ഞാനിത് ചെയ്യുന്നില്ല, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാനിത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. ഇത്തരത്തിൽ ജീവിതം മുഴുവൻ നമ്മുടെ റബ്ബിനെ ഓർത്ത്, റബ്ബിന് ഇഷ്ടമില്ലാത്തത് നമുക്കും വേണ്ട എന്നോർത്ത് ഹറാമുകളൊക്കെ ഒഴിവാക്കി ജീവിച്ചു നോക്ക്. നിൻ്റെ ജീവിതം മാറി മറിയും. പ്രയാസങ്ങൾ റബ്ബ് നീക്കിക്കളയും. രണ്ട് ലോകത്തും അവൻ നിന്നെ സന്തോഷിപ്പിക്കും. അവസാനം സ്വർഗത്തിലെത്തി റബ്ബിനെ കാണാനും കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ കൊണ്ട് റബ്ബ് നിന്നെ കാത്തിരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത്ര കാലം കുറേ തെറ്റുകൾ ചെയ്തില്ലേ? അതൊക്കെ ഒന്ന് മനസ്സിൽ തട്ടി തൗബ ചെയ്ത് മായ്ച്ചു കളയുക. ഒരു പുതിയ ജീവിതം തുടങ്ങുക ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഇസ്ലാമിൻ്റെ പാതയിൽ തുടരാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഈമാനിൽ ഉറച്ച ഹൃദയത്തിനും ആത്മാവിനും വേണ്ടി പ്രവർത്തിക്കാനും വളരാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.